Hey guys, welcome back. There she is. So നമ്മൾ പിന്നെയും കൊച്ചി വരെ പോന്നു. ഓണം ഷോപ്പിംഗ് നിങ്ങൾ ലാസ്റ്റ് വ്ലോഗ് കണ്ടു കാണാം. അത് കംപ്ലീറ്റ് ആയിട്ടില്ല. അത്രയും തുണി വാങ്ങിയില്ല. ഇതുവരെ ഷോപ്പിംഗ് കംപ്ലീറ്റ് ആയിട്ടില്ല. അമ്മയ്ക്കൊക്കെ അത് എന്തോ വാങ്ങണമെന്ന് പറയുന്നത്. എന്താ മമ്മി പ്ലാൻ? ഡ്രസ് വാങ്ങിക്കാണ്ട്. സോ അഗെയിൻ നമ്മൾ കൊച്ചിൻ പോകുന്നു ഷോപ്പിംഗ്. സോ ലെറ്റ്സ് സ്റ്റാർട്ട് ദ വ്ളോഗ്. മഴ ഭയങ്കരമായിട്ട് പെയ്യുന്നുണ്ടോ? മഴക്കോളെന്ന് പറഞ്ഞങ്ങോട്ട് കാറിൽ എനിക്ക് തോന്നുന്നൊരു 5 minutes ലേറ്റ് ആയിരുന്ന ആ മഴ ഇപ്പം മഴ കൊള്ളേണ്ടി വന്നു. പക്ഷെ ലക്കിലി അപ്പോഴത്തേക്ക് കാറിൽ കയറി മഴയായി മഴ പെയ്യ. സോ നമ്മൾ അങ്ങനെ ബൈപ്പാസ് കയറി ചേർത്തലെത്താറാവുന്നു. ഇപ്പൊ കണ്ടോ ഭയങ്കര വെയില്, നല്ല വെയിലായിരുന്നു. ശരിക്കും അൺപ്രഡിക്റ്റബിൾ ക്ലൈമറ്റ്. ഇപ്പൊ മഴയല്ലായിരുന്നു, ഇപ്പൊ ദേ ഭയങ്കര വെയില്. എല്ലാരും ഉണ്ട്. വണ്ടി ഇന്നലെ അങ്ങോട്ട് വാഷ് ചെയ്തോണ്ട് മഴയത്ത് പോയി കഴിഞ്ഞാൽ പിന്നെ ഫുള്ള് അഴുക്കാവും. നമ്മള് ചേർത്തലേ കഴിഞ്ഞത് ഡീസൽ ഫില്ല് ചെയ്യാനായിട്ട് വരുന്നത്. ഇന്ന് ആക്ച്വലി ഷോപ്പിംഗ് മാത്രമല്ല നമ്മുടെ പ്ലാൻ. നമുക്കൊരു ഏഷ്യൻ കുസിൻ ട്രൈ ചെയ്യാനായിട്ടൂടെ നമ്മൾ പോകുന്നത്. അതുകൂടെ പ്ലാനിലുണ്ട്. ഹേ ഗായ്സ്, ഞങ്ങൾ അങ്ങനെ ഓൾമോസ്റ്റ് എറണാകുളം എത്തി. ഭയങ്കര ട്രാഫിക്. എടപ്പള്ളി എത്തിയിട്ടുണ്ട്. ഭയങ്കര ട്രാഫിക് എന്ന് വെച്ചാൽ ഭയങ്കര ട്രാഫിക്. സോ നമ്മൾ ഇനിയും പോകാൻ പോകുന്നത് ലുലുവിലോട്ടാ. ലുലുവിലാണ് നമ്മുടെ ഡിഷ് ഉള്ളത്. ഇല്ല ദേവി, ഇപ്പൊ സമയം ഏകദേശം ഒരു 2:30 ആയിട്ടുണ്ട്. കേട്ടാ, നല്ല വിശപ്പായി. അമ്മയാണതേ ഉറങ്ങിയിട്ടില്ല, ടോക്കിംഗ് ടു ഹസ്ബൻഡ്. നമ്മൾ ഫൈനലി ട്രാഫിക് എല്ലാം ഇതേ നോക്കണ്ട 15 minutes എടുത്ത് ഇവിടെ വരെ എത്താൻ. സോ ആ ട്രാഫിക് എല്ലാം കഴിഞ്ഞ് നമ്മളിതേ ലുലുവിന്റെ പാർക്കിങ്ങിലോട്ട് പോവാ. ഇതേ നമുക്ക് ഇവിടെ ലെവൽ 3 പാർക്കിംഗ് കിട്ടിയത്. ഇനി നെക്സ്റ്റ് പുഡിംഗ്. വിശപ്പായോ? നല്ല വിശപ്പായിരുന്നു ഇവിടെ. നമ്മൾ ലുലുവിൽ വന്ന് ഇവിടെ വന്നപ്പോ ഭയങ്കര ഒരു എക്സൈറ്റിംഗ് സാധനം ഇതുണ്ടോ. ഫുള്ള് ഒരു ഹൈറൈഡറിൽ ഫുള്ള് സ്കെച്ച് കൊണ്ട് ദേ ഓണം ഓണാശംസകളുണ്ട്. ഫുള്ള് ക്രയോൺസ് ആണ്. ക്രയോൺസും സ്കെച്ചും ഒന്നുണ്ട്. നെയിം ഒക്കെ എഴുതി ഈ ടൊയോട്ടയുടെ ലോഗോ കൊടുത്തിരുന്നു. സൺഡേ ആയതുകൊണ്ട് ഭയങ്കര ക്രൗഡഡ് കണ്ടോ. വീക്കെൻഡ് എല്ലാരും എക്സ്പ്ലോർ ചെയ്യും. മൈ ഡെസിഗ്നേഷൻ എന്ന് പറഞ്ഞിട്ടൊരു സ്റ്റോറാണ്. അവരുടെ ഓണം കളക്ഷൻസ് ആണ് ഫോർ കപ്പിൾസ്. കുറെ ഉണ്ട്, കൊള്ളാം. നമ്മൾ ഓൾറെഡി ഓണം ഷോപ്പിംഗ് കഴിഞ്ഞല്ലോ. അല്ലാത്ത ഷോപ്പിംഗ് ഒക്കെ ഉണ്ട്. സോ ഇങ്ങോട്ടൊന്നും വലിയ ക്രൗഡ് ഇല്ല. മെയിൻ സെന്ററിലാണ് ഭയങ്കര ക്രൗഡ്. ഇതാന്ന് അറിഞ്ഞൂടാ. ഇങ്ങോട്ടൊക്കെ ഭയങ്കര നോർമൽ, വലിയ ക്രൗഡൊന്നും ഇല്ല. ഫൈനലി ഞാൻ പറഞ്ഞ റെസ്റ്റോറന്റ് ഇതാണ്, ഫ്ലെമിംഗോ എന്ന് പറഞ്ഞു. ഇവിടെ ഒരുപാട് ഏഷ്യൻ ക്യൂസീൻസ് ഒക്കെ ഉണ്ട്. നമ്മള് അവിടെ നിന്ന് ഇറങ്ങി. അവിടെ ഭയങ്കര ക്രൗഡഡ്. അവിടെ ഒരു ഓൾറെഡി ഒരു 4 batch ഓഫ് ആൾക്കാർ വെയിറ്റിംഗ് ആണ്. അപ്പൊ അവര് കഴിഞ്ഞിട്ടേ നമ്മളെ വിളിക്കുള്ളൂ. ഗായ്സ്, നമ്മള് ആ റെസ്റ്റോറന്റിൽ കയറിയില്ല. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഭയങ്കര ക്രൗഡഡ് കണ്ടില്ലേ. പിന്നെ അവിടെ ഓൾറെഡി ഒരു 4 batch ആൾക്കാർ വെയിറ്റിംഗ് ആണ്. നമ്മളെ കൂടെ ആവുമ്പോ നല്ല ടൈം എടുക്കും. ഓൾറെഡി ആ വെയിറ്റിംഗ് ആയിട്ടുള്ളവർക്ക് സീറ്റ് പ്രൊവൈഡ് ചെയ്തിട്ടേ നമുക്ക് പ്രൊവൈഡ് ചെയ്യുള്ളൂ. ഓ, അത് ഏകദേശം ഒരു 20 minutes എടുക്കും. പിന്നെ ഫുഡ് ഓർഡർ ചെയ്തൊക്കെ വരുമ്പോ ഒരു 20-25 minutes എടുക്കും. അപ്പൊ അതുകൊണ്ട് നല്ല ഒരു 1 hour എടുക്കും. നമ്മളപ്പോ ലുലു ഹൈപ്പർ മാർക്കറ്റിലും ഉണ്ട്. ഇവിടുന്ന് അപ്പൊ എന്തേലും പെട്ടെന്ന് കിട്ടുന്ന ഫുഡ് എന്തേലും വാങ്ങി ബില്ല് ചെയ്ത് ഫുഡ് കോർട്ടിൽ പോയി ഫുഡ് കഴിക്കാന്ന് വിചാരിച്ചു.
അങ്ങനെ ഹാഫ് ഗ്രിൽ ചിക്കൻ വിത്തിൻ ഒരു 5 minutes കിട്ടി. അമ്മയും ദേവിയും വേറെന്തോ വാങ്ങാൻ പോയിട്ടുണ്ട്. നമുക്ക് എന്താ നോക്കാം. ഐ തിങ്ക് അവര് വീട്ടിൽ നമ്മളിത് ഇത്രയും ഫുഡ് വാങ്ങിയിട്ടുണ്ട്. ഇവിടെ കയറിയിട്ട് തന്നെ ഇത്രയും ടൈമായി. വിശന്നിട്ട് വൈകിയത് ഓൾമോസ്റ്റ് 4 o'clock ആവും. അമ്മയ്ക്ക് ദേഷ്യം വന്നിട്ട് ഗൈസ് ഞങ്ങള് കഴിച്ചു കഴിഞ്ഞു. വീഡിയോ ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല ബിക്കോസ് ഭയങ്കര തിരക്കായിരുന്നു, ഭയങ്കര തിരക്ക്. അതുകൊണ്ട് വീഡിയോ ഒന്നും ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. സീറ്റ് ഒപ്പിക്കാൻ തന്നെ ഭയങ്കര പാടായിരുന്നു. ഗൈസ് ഞങ്ങളങ്ങനെ ജയലക്ഷ്മിയിലെത്തി. നമ്മള് അമ്മയ്ക്ക് സാരി ഒക്കെ നോക്കാൻ വന്നേക്കാം. അങ്ങനെ ഇവിടുത്തെ ഷോപ്പിങ്ങും കഴിഞ്ഞ് ഒന്നൊരു ക്ലോസ് ഡേ ആയിരുന്നു. നമ്മൾ പ്ലാൻ ചെയ്ത പോലെ ഒന്നും നടന്നില്ല. ഫുഡ് രാവിലത്തെ ഫ്ലോപ്പായി, ഉച്ചക്കത്തെ. ദെൻ ഷോപ്പിംഗ് അമ്മയ്ക്ക് മാത്രം ഒരു കോട്ട് സെറ്റ് കിട്ടി. ഞങ്ങളുടെ ഒന്നും നടന്നിട്ടില്ല. അതുകൊണ്ട് വൻ ഫ്ലോപ്പായിരുന്നു. ഒരു ഷർട്ട് സെലക്ട് ചെയ്യാൻ പോയിട്ട് അതുപോലും സെലക്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല. വൻ ഫ്ലോപ്പ്. ഓ ലൈറ്റിംഗ് കൊള്ളാവേ നോക്കി. നൈസ് ലൈറ്റിംഗ് ഭംഗിയുണ്ട്. ഭയങ്കര തിരക്കല്ലേ അമ്മേ? അതെ അതെ അതെ. ഓണം ഷോപ്പിംഗ്, സൺഡേ ഷോപ്പിംഗും. ഓ നൈസ് നൈസ് നൈസ്. ഇത് ജയലക്ഷ്മിയാണ്. പോത്തീസ് വന്ന് ഇവിടെ ഭയങ്കര, ഇവിടെ എല്ലായിടത്തും ക്രൗഡ്. ഓണം പ്ലസ് വീക്കെൻഡ്. സോ ഇവിടെ വന്നിട്ട് ഈ ഒരു ഡോള് എനിക്കറിയാം. ക്രൗഡ് ഭയങ്കര, ക്രൗഡിന് ഒരു കുറവില്ല. ഭയങ്കര ക്രൗഡ് ഇവിടെ. ഏത് മോളിൽ ചെന്നാലും, ഏത് ഷോപ്പിംഗ് സെന്ററിൽ ചെന്നാലും, ഏത് ടെക്സ്റ്റൈൽസിൽ ചെന്നാലും ക്രൗഡിന് ഒരു കുറവില്ല. ഇത് രണ്ടുപേരുടെ തുടങ്ങിയിട്ടുണ്ട്. ഓൾറെഡി ഈ എസ്കലേറ്റർ നമ്മള് ലാസ്റ്റ് വീഡിയോയിൽ കാണിച്ചല്ലേ. പക്ഷെ ഇവിടെ വരുമ്പോ ഇതൊരു മസ്റ്റ് വീഡിയോ ആണല്ലോ. എങ്ങനെയുണ്ടമ്മ മെറ്റീരിയൽ? നമ്മള് പോത്തീസിന്റെ 6th ഫ്ലോറിൽ ഇങ്ങനെ കുറെ ആക്സസറീസ് ഉണ്ട്. ഗ്ലാസ് വെയർസ് ഒക്കെ കിട്ടുന്നത് എടുത്തു വന്നു വാങ്ങാന്. പോത്തീസ് നൈസ് നൈസ് കളക്ഷൻസ് എല്ലാം ഉണ്ട്. അത്യാവശ്യം ഒരു വീട്ടിലേക്ക് വേണ്ട സാധനങ്ങളെല്ലാം എടുക്കട്ടെ. ഓയിൽ ഡിസ്പെൻസർ നോക്കാണ് ഇപ്പൊ. 500 ml വരും. സ്റ്റീലും ഉണ്ടാവണം, പ്ലാസ്റ്റിക്കും ഉണ്ടാവണം. സോ നമ്മളത് ഇത് ഫൈനലൈസ് ചെയ്ത്. ഇത് ഗ്ലാസ് ആണ്. ഗ്ലാസ് നല്ല ക്വാളിറ്റി ഉണ്ട് ഗൈസ്. ഫ്യൂച്ചറിൽ ആവശ്യം വരുന്നതാണ് ഇപ്പോഴേ പ്രാക്ടീസ് ചെയ്യുക. നമ്മുടെ ഷോപ്പിംഗ് കഴിഞ്ഞിട്ടില്ല. ഞങ്ങളുടെ ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞ് മഹാബലി പോത്തീസ്. ഇപ്പൊ എനിക്ക് തോന്നുന്നു സെക്കൻഡ് ടൈം ആ പോത്തീസിൽ പർച്ചേസിന് വരുന്നത്. നൈസ് എക്സ്പീരിയൻസ്. എല്ലാം അത്യാവശ്യം നല്ല കളക്ഷൻ ഉണ്ട്, റീസണബിൾ പ്രൈസ്, എല്ലാം കൊള്ളാം. നമ്മള് തിരിച്ചു പോന്നു. ഇനി എങ്ങോട്ടാ ദേവി? എങ്ങോട്ടാമേ? ഫുഡ്. സോ ഗൈസ് അഗൈൻ ടൈം ആയിട്ടുണ്ട് ഫുഡിന്റെ. സോ നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് എവിടെയെങ്കിലും നല്ലൊരു സ്പോട്ടിലോട്ട് പോകുമ്പോൾ ടൈം ഇറ്റ്സ് 9. എന്തായാലും നോക്കാം. 9 ആയി. നമ്മൾ എത്ര നേരം കൊണ്ട് ഷോപ്പ് ചെയ്യാന്നറിയോ? നമ്മളിത് 5 സ്റ്റാർ തട്ടുകട. ഇത് ബീഫ് റിം ആട്ടോ. ബീഫ് റിം. ബീഫ് റിം എന്താ? ബട്ടർ ചിക്കൻ. ബട്ടർ ചിക്കൻ, പൊറോട്ട. ഞാൻ ടേസ്റ്റ് ചെയ്ത് പറയാം. ബീഫ് റിം
സൂപ്പർ സാ ടൈം പിന്നെ ഗൈസ് നമ്മൾ അറിയാൻ പറ്റില്ല ഹായ് പറയാം ഹായ് പറ മനസ്സിലാവുള്ളൂ എനിക്കത്